ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ സ്ക്രാച്ച് എംബ്രോയിഡറിയിലെ തന്നെ വേറൊരു ഡിസൈനാണ്. അത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇത്. അത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ഈ വൈറ്റും റെഡും കോളത്തില് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഒരു ഡയമണ്ട് ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഞാനിപ്പം വൈറ്റും റെഡും കോളം എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോളം എടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 7 കോളമാണ് എടുക്കുന്നത്. ഞാനിവിടെ ബ്ലാക്ക് ത്രെഡ് യൂസ് ചെയ്തതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ത്രെഡ് ഇതിന് യൂസ് ചെയ്യാം. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ കളർ മാറ്റി കൊടുക്കാം. ഞാനിപ്പം 7 കോളം എടുത്തു. റെഡും വൈറ്റും കൂടെ ചേർന്നിട്ട് 7 കോളമാണ് എണ്ണി എടുത്തേക്കുന്നത്. അതുപോലെ ഈ വശത്തേക്കും 7 കോളം എണ്ണി എടുക്കണം. അടുത്തത് നമ്മൾ ഇങ്ങേ വശത്തേക്ക് 7 കോളം കൂടെ എണ്ണിയെടുക്കാൻ പോവാണ്. നമുക്ക് കോളങ്ങളുടെ എണ്ണം കൂട്ടാൻ ഞാനിവിടെ ഒരു ഇത്രയും കോളം എടുക്കുന്നതേ ഉള്ളൂ. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കോളങ്ങളുടെ എണ്ണം സൈസും ഒക്കെ കൂട്ടാം. അടുത്ത ഇനി 7 കോളം കൂടെ ഈ വശത്തേക്കും എടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്ത് പോകാം. ഇപ്പോൾ ഒരു ഔട്ട്ലൈനാണ് കൊടുത്തേക്കുന്നത്. അത് നമ്മളിപ്പോൾ ഫില്ല് ചെയ്യുകയാണ്. നമ്മളിത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടും. ബാക്കിൽ ഇതേപോലുള്ള സ്റ്റിച്ചാണ് താഴെയും വരുന്നത്. നമുക്ക് ഈ വർക്ക് ബെഡ്ഷീറ്റിലോ പില്ലോ കവറിലോ ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഈ സൈഡും കൂടെ ഫില്ല് ചെയ്തെടുക്കാം. ഈ സ്റ്റിച്ചിന് എപ്പോഴും നമ്മൾ വേറൊരു കളറ് തുണിയിൽ എടുത്തു നിൽക്കുന്ന കളറാണ് തയ്ച്ചു കൊടുക്കേണ്ടത്. എടുത്തു നിൽക്കുന്ന കളറുള്ള ത്രെഡ് ഇട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നാലേ അത് നമ്മൾ എടുത്തു നിന്ന് കാണത്തുള്ളൂ.
അപ്പം നമ്മൾ 3 സൈഡ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത 4ാമത്തെ സൈഡും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഈ കോളങ്ങൾ ഫുള്ളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളിപ്പം 2 ഡയമണ്ട് ഷേപ്പാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കുന്നത്. ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡയമണ്ട് ഷേപ്പിൻ്റെ ഉള്ളിലുള്ള ഈ ഓരോ റെഡും വൈറ്റും കോളം ഗ്രീൻ ത്രെഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ ഇതുപോലെ ക്രോസ് സ്റ്റിച്ച് ചെയ്യുക. ആ വൈറ്റ് കോളം ഇതുപോലെ ക്രോസ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഈ ക്രോസ് സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലുള്ള പോർഷനിൽ നിന്ന് അടുത്ത സെൻറ്ററിലുള്ള നമ്മുടെ ക്രോസ് സ്റ്റിച്ചിൻ്റെ സെൻട്രൽ പോയിന്റിൽ നിന്ന് അടുത്ത സെൻട്രൽ പോയിന്റിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ 4 വശവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഈ 4 വശവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കിയാൽ ഈ വൈറ്റ് കോളോ റെഡ് കോളോ കാണാത്ത വിധത്തിൽ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അത് മൊത്തം ഫില്ലായി പോകും നമ്മൾ എടുക്കുന്ന ത്രെഡിൽ.
നമ്മൾ നേരത്തെ വൈറ്റ് കോളമാണ് ഫില്ല് ചെയ്തത്. ഇനി അടുത്തത് റെഡ് കോളം നമുക്ക് ഫില്ല് ചെയ്യാം. ഇതൊരു സിമ്പിൾ ഡിസൈനാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. ടേബിൾ മാറ്റിലും പില്ലോ കവറിലും ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഡിസൈനാണ് ഇത്. അടുത്തത് വൈറ്റ് കോളമാണ്. ആദ്യമേ ക്രോസ് സ്റ്റിച്ച് ചെയ്യുക. അതിൻ്റെ സെൻറ്ററിലുള്ള ഓരോ സ്റ്റിച്ചിൽ നിന്നും അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്നും അടുത്ത സെൻട്രൽ പോർഷനിലേക്ക് ഓരോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഈ റെഡും വൈറ്റും കോളം ഫുള്ളും ഫില്ല് ചെയ്ത് എടുക്കാം. നേരത്തെ ഉണ്ടായിരുന്ന റെഡും വൈറ്റും കോളം ഫുള്ളും നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതെല്ലാം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലുള്ള കോളമാണ് ഞാൻ ഈ സെയിം സ്റ്റിച്ച് തന്നെ യൂസ് ചെയ്ത് ഇത് ചെയ്യുന്നത്. ഈ സെൻറ്ററിലെ ഈ കോളം നമ്മൾ ബ്ലാക്ക് ത്രെഡ് കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ചുറ്റിനുമുള്ള റെഡ് കോളം ഗ്രീൻ ത്രെഡ് കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേ സ്റ്റിച്ച് തന്നെ എടുത്ത് നമുക്ക് ആ റെഡ് കോളം 4 എണ്ണവും നമുക്ക് ഫില്ല് ചെയ്ത് എടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ ഡയമണ്ട് ഷേപ്പാണ് ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത്. ഈ സെൻറ്ററിൽ തയ്ച്ച ഫ്ലവറിന് ചുറ്റുമായിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് പോകാം ഓരോ കോളും. ഞാനിപ്പോൾ ഇത് ഫില്ല് ചെയ്താണ് ഈ ഓരോ കോളും പോകുന്നത്. അതുപോലെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ കാണിച്ച പോലെ ഓരോ ലൈന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലാസ്റ്റ് പിന്നെയും രണ്ടാമത് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. ഇതൊരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം.
ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ചിക്കൻ സ്ക്രാച്ച് എംബ്രോയ്ഡറിയിൽ എല്ലാം സിമ്പിളായിട്ടുള്ള ഡിസൈനുകളാണ്. ഇതുപോലെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചസുകളാണ് അതിന് യൂസ് ചെയ്യുന്നത്. എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ 3 വശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഒരു വശം കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. നമ്മുടെ ഈ ഡിസൈൻ ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. നമുക്ക് ഇഷ്ടമുള്ള ബെഡ്ഷീറ്റിലോ പില്ലോ കവറിലോ ടേബിൾ ക്ലോത്തിലോ ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഡിസൈനാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു ഡിസൈനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.